അത് എഴുതിയിട്ടുണ്ട്. പിന്നെന്താ? അല്ല ഇത്തിരി മതിട്ടാ. കൊത്തമ്പര മതി. ഇത് മതി. ഉരുളങ്ങനെ മതി. തുമ്മല് വന്ന പിന്നെ മീൻ ഇവിടം വരെ പോയി. ഭയങ്കര ചൂടാല്ലേ? ജോലിക്ക് വേണ്ടേ? ഞങ്ങള് പൊതിച്ചോറ് ഉണ്ടാക്കണേ. വേണോ? പൊതിച്ചോറ് വേണോ? കൊണ്ടുപോവാനാ? കൊണ്ടോക്കോളൂ. അറിയില്ല. തുമ്മല്. നല്ല ചമ്മന്തിയാ. അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി. ഇവിടെ വന്നാൽ മിക്കപ്പോഴും ദോശയായിരിക്കും കേട്ടോ. ലച്ചുവിനും ദോശയാണ് ഇഷ്ടം. അങ്ങനെ എല്ലാവർക്കും ദോശ. ഞങ്ങളില്ലാത്തപ്പം അമ്മ ദോശയൊന്നും ആയിരിക്കില്ല, വല്ല ഓട്സ് അങ്ങനത്തൊക്കെ ആയിരിക്കും. ഞങ്ങൾ വന്നാൽ എല്ലാവർക്കും ഇഷ്ടം. അച്ഛനും ദോശയായിരിക്കും ചില സമയത്ത്. മിക്കപ്പോഴും നമ്മ ദോശയാണ് ഉണ്ടാക്കാറ്. ഇന്നപ്പതേ ഇന്നൊരു സ്പെഷ്യൽ ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ. എന്താ എല്ലാം കിട്ടിയാ? മീനൊക്കെ കിട്ടിയാ? എന്ത് മീനാ? വാ. നമ്മളിന്ന് ചാളയാണ് കേട്ടാ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നന്നാക്കിയിട്ടുണ്ടാ? അച്ഛൻ നന്നാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. നമുക്കതെന്തായാലും തലയൊക്കെ വെട്ടിയെങ്കിലും നമുക്കതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ഏത് മീനാ ഇഷ്ടം? ചാളയാണോ, അയിലയാണോ, പച്ചയാണോ, കിളിമീനാണോ? വേസ്റ്റ് അല്ലെങ്കിൽ ആകെ ഇതാവൂലേ? അമ്മക്ക് ഇങ്ങനെ വെട്ടിയ മീനാണോ ഇഷ്ടം, വെട്ടാത്ത മീനാണോ ഇഷ്ടം? അല്ല, ചെറിയ മീനുകളൊക്കെ, അതായത് ചാളയൊക്കെ വെട്ടിക്കൊണ്ടുവന്നതാണോ ഇഷ്ടം? ചാളയൊക്കെ വാലൊക്കെ എന്നാലും ഉണ്ടാവും. അതിന്റെ മൂത്ത് പോട്ടങ്ങനെ വെട്ടണം. അതിന്റെ ഉള്ളത്തേന്നും പോയിട്ടുണ്ടാവും. അവരൊരു ഇതായിട്ട് ചെയ്തു തരുമല്ലേ? അപ്പൊ അത് പിന്നെയും പണി. ഇത് കുറച്ചെടുത്ത് വറുത്തിട്ട് അമ്മ നാളേക്ക് അങ്ങോട്ട് കറി വെച്ചോ. അച്ഛൻ കഴിക്കണില്ലേ? അമ്മ ഏയ് സന്തോഷം. വിനാശകാലം ചെറുപ്പം. അല്ലെങ്കിൽ എല്ലാരും വിചാരിക്കും അച്ഛൻ ദോശയും കഴിച്ച തൊടണ്ടാന്ന് പറഞ്ഞു. മീൻ തൊട്ട് കഴിഞ്ഞാൽ നാറിയിട്ട് നീ നടക്കാൻ പറ്റില്ല. ഇഷ്ടം മീൻ കിട്ടുന്ന ഇഷ്ടം. അതുമല്ല ചാളയാണ്. ഏയ് ഇന്നെല്ലാം കൂടി അങ്ങനെ കഴിക്കാനാണ്.
പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങളപ്പം മീൻ വെട്ടാണ്. നമുക്ക് അവിയൽ ഉണ്ടാക്കണം. അങ്ങനെ ചെറിയൊരു പൊതിച്ചോറാണ് കേട്ടത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സമയം ഒരു 10:30 ആവാറായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ വറക്കാൻ വിചാരിച്ചു. ചാളാണ്, പിന്നെ ചമ്മന്തി, മുട്ട വറുത്തത്, അങ്ങനെയൊക്കെ. അപ്പം ഒരു കുഞ്ഞ് പൊതിച്ചോറാണ് ഇപ്പം നമ്മൾ. അമ്മ ഇങ്ങനെ ദോശ കഴിക്കുകയെന്ന് മടക്കിയിട്ട് നമ്മുടെ ഷവർമ കഴിക്കണ പോലെ. ഇതും ചപ്പാത്തി ഇങ്ങനെയല്ലേ കഴിക്കുക? ആണോ? എല്ലാ ദോശയും? ആഹാ, ഞാൻ ആദ്യമായിട്ടായിട്ട് അമ്മ ഇങ്ങനെ കഴിക്കണം ശ്രദ്ധിക്കണത്. ചമ്മന്തി അതിൻ്റെ ഉള്ളിൽ തേച്ച് വെക്കുവോ? അത് ശരി. ലച്ചുവിന് കറിയൊന്നും വേണ്ട. ലച്ചു ഉണ്ടാക്കും, അതെനിക്കിഷ്ടം. ആ, പിന്നെ അത്രയൊക്കെ ഉള്ളു. പച്ചമുളക് ഉണ്ട്, വാങ്ങിയിട്ടുണ്ടാവണമല്ലോ. ഇത്തിരി ഭാഗം മതിയില്ലേ? അത് നല്ല മൂർച്ച എന്നാ എന്റെ കൈ ഇത്തിരി കുമ്പളങ്ങ. അതല്ല ഈ മൂത്ത കുമ്പളങ്ങ എങ്ങനെ അറിയാ? അത് ഇങ്ങനെ മറ്റേ തൊലി ഇത് നെക്കിയ കണ്ട നഖം കൊണ്ട് മറ്റേ ഞെങ്ങോ? ഇതാണ് നല്ലത്, മൂത്ത കുമ്പളങ്ങ നല്ലത്. ചാരം വന്ന കുമ്പളങ്ങില്ലേ, ഇങ്ങനെ ചാരം, അങ്ങനത്തെ മൂത്തുണ്ടാവും. ഈ ചാരം വെള്ള കളർ പൊടി കൂശത്ത് പിഞ്ചായിരിക്കും. ചാരം വരണം. അതല്ല, ഏതാ നല്ലത്? എനിക്ക് മൂത്തതാ ഇഷ്ടം. ആണല്ലേ? മോരിയറി വെക്കാനും മൂത്ത തന്നെ നല്ല. ചെറിയ മൂക്കാത്തത് എന്തിനാന്നറിയോ? ഈ ഓലം വെക്കാൻ. മൈലാഞ്ചിയാ? ലച്ചുവിന്റെ മൈലാഞ്ചി കാണിച്ചേ. ലച്ചു മൈലാഞ്ചി ഇട്ടു. അമ്മ ഇട്ട് വന്നതാ. എടേ, അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഷ്ണം ഏതാ? അമ്മ പൊതിച്ചോറ് പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മുടെ പണ്ട് നാട്ടിലൊക്കെ പോകുമ്പോ പൊതിച്ചോറുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇലയില് ചോറുണ്ടോന്നല്ലാതെ. ഞങ്ങള് ചിലപ്പോ പണ്ട് സ്കൂളിൽ പോയിട്ട് കുറിച്ചത്, പക്ഷെ അതില് പണിയുണ്ടാവില്ല. ചെറുപ്പം സ്കൂളിൽ പണ്ടുണ്ട് അത് ചമ്മന്തി. സ്കൂളിലെ കുട്ടികൾ മിക്കവരും പൊതിച്ചോറ് കഴിക്കും. ചിലർ പാത്രങ്ങൾ വാങ്ങാനുള്ള ആവശ്യമില്ല. അപ്പൊ ചിലവർക്കൊക്കെ പാത്രങ്ങൾ കുറിച്ച് മാത്രമേ പിന്നെ സ്റ്റീലിന്റെ ചില ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ചില കുട്ടികൾക്ക് ഇലയിൽ പൊതിഞ്ഞിട്ടൊക്കെ പോകും. എല്ലാവർക്കും പാടത്തും നമ്മൾ മനസ്സിലാണ്. എന്തായിരിക്കും മെയിൻ? എന്തായിരിക്കും വല്ല കറി? അങ്ങനെയൊന്നും ചമ്മന്തി, ഉള്ളി, മുളകൊക്കെ വറുത്തിട്ട് അതിങ്ങനെ ചോറും പാത്രത്തിൽ എടുത്ത് സ്പീഡിൽ അവിടെ ചോറുണ്ടാൻ നേരം അത് ഈ ചോറും ചമ്മന്തിയും കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കുട്ടികൾക്ക് വേറെ കറി വേണം, മുട്ട വറുത്തത്. അല്ല, അത് ഉച്ചയ്ക്ക് വരുമ്പോ അങ്ങനെയാണ് മുട്ട വറുത്തത് വേണം. എന്ത് വിചാരിച്ചു ഇപ്പത്തെ കുട്ടികളെ പോലെ ഇന്നലെ തിന്നുണ്ട്, ഇത് കിട്ടിയാലും അങ്ങനെയാണല്ലേ പൊതിച്ചോറിന്റെ. എനിക്ക് പൊതിച്ചോറ് അങ്ങനെ ഓർമ്മയില്ല. വെച്ച് കൊറേ ഇത് കഴിക്കണം. കൊടുക്കണേ ഐസ്ക്രീം പറയാൻ പറ്റില്ല. ക്രീമായിട്ട് ഉള്ളിന്ന് എടുക്കണം. ശരിക്കും ഞങ്ങൾ ഇവിടെ ചലഞ്ച് ചെയ്തിട്ട് സ്കൂൾ വിളിട്ടുണ്ട്.
വേണ്ട ചെറുതാണ്ടോ ആരാ വേണ്ട കഴിക്കല്ലെന്നാ പറഞ്ഞ എന്താണെന്നറിയോ ഞാൻ ഫുള്ള് കഴിക്കട്ടെ പോവാനുള്ളതല്ലേ എന്ത് പറ്റുമോ അമ്മമ്മക്ക് ഇത്തിരി കൊടുത്തില്ല അമ്മമ്മ അമ്മമ്മ അരിയാനല്ലേ അമ്മ മിക്സ് ചെയ്യാൻ ഐഡിയിൽ എന്തുകൊണ്ടല്ല അതാ ഞാൻ പറഞ്ഞ മിക്സ് മിക്സ് അമ്മക്ക് ഇഷ്ടമായില്ല ചാള വേണം വറക്കടുപ്പത്തേക്കാലോ ആ എന്നാ അത് ചെയ്താലോ കുളിക്കട്ടെ ചോറൊന്നും ഞാൻ കുളിച്ചോട്ടെ അമ്മ ഇതെന്തിയമ്മ മുളക് ഇങ്ങനെ മൂപ്പിച്ചിട്ടുള്ളതല്ലേ മുളകൊക്കെ ചതച്ച മുളകൊക്കെ ചൂടാക്ക ഇത്തിരി പുളി ഇത്തിരി പുളി പുതിയ പുളിയല്ലേ അമ്മായി ഇപ്പൊ കൊണ്ടുവന്നു അത്ര മതി അമ്മായി കൊണ്ടുവന്ന് തന്നല്ലേ ഉപ്പും അധികം വറുത്ത നല്ല മുരിച്ചു വറുക്കും ഒരു കാര്യം ചെയ്യാം അടുപ്പിന്റെ അവിടെ അടുപ്പിലല്ലേ തീരെ മുട്ടിക്കണം ഇനി അടുപ്പ് നമുക്കൊരു അടുപ്പ് കൂട്ടാ വേണമെങ്കിൽ അങ്ങോട്ട് വാ അവിടെ അടുപ്പുണ്ട് അച്ഛന് പോവാൻ ധൃതിയായി അല്ല പോവാൻ സമയമായി അപ്പൊ നമ്മള് വേഗം ഇതാ ആ അച്ഛൻ അത് മതിയില്ലേ നമ്മുടെ സിമ്പിൾ പൊരിച്ചോറാണ് അല്ലേ അമ്മ ആ ചമ്മന്തി വെച്ചിട്ടില്ല കേട്ടാ തൈര് വെക്കൂല ആ മതി ആ ഇതാ നമ്മുടെ പൊരിച്ചോറ് ചിക്കൻ ഒന്നുമില്ലേ റബ്ബർ ബാൻഡ് പൊട്ടിപ്പോയി വേറെ എടുക്കണോ നല്ലത് ഓക്കെ ഇവിടെ വെച്ച് വേണ്ട ആ വേണമെങ്കിൽ ഇട്ടോ കൊണ്ടുപോകാനുള്ള ഏയ് അച്ഛനത് ഇതിൽ വെച്ചോളൂ അല്ല ട്രെയിൻ ആ 7:30 ടാറ്റാ കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിന്ന് പറ വേണ്ടെന്ന് പറഞ്ഞില്ല അതത് കരയ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നത് കണ്ടോ പൊതിച്ചോറിന്റെ എല്ലാ ഐറ്റവും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കിയാലോ എത്ര ഐറ്റം ഉണ്ടെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം ചെറിയൊരു പൊതിച്ചോറാണ് നമ്മള് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കറികൾ ഉൾപ്പെടുത്തിയ ഒരു കുഞ്ഞു പൊതിച്ചോറ് അപ്പൊ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് ഐറ്റം നോക്കാം 1 2 3 4 5 6 പിന്നെ നമ്മുടെ അവില് 8 ഐറ്റം ചോറും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 8 ഐറ്റം ആണ് കേട്ടുള്ളത് അല്ലേ 1 2 3 4 5 6 7 അല്ലേ 1 2 3 4 5 6 7 അപ്പൊ 7 ഐറ്റം അതൊന്നും ഇവിടെ പറയട്ടെ എന്നാ ആ മാങ്ങ മതി കണ്ണിമാങ്ങ
ലച്ച് ഒരു പ്രാവശ്യം നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടായില്ല കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നതാ. അവിടെ ഇട്ടോ. വീട്ടിൽ നിന്ന് വരുമ്പോ ഇന്നലെ കൊണ്ടുവന്നതാ, മുറിച്ച് കൊണ്ടുവന്നതാ. ഇന്നലെ കൊണ്ടുവന്ന് ഞങ്ങളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. നമ്മള് പൊതിയാത്തോണ്ട് ഒരു കപ്പലല്ലേ. ഞങ്ങളും കുട്ടിക്കാലത്തൊന്നും അങ്ങനെ പൊതിച്ചോറൊന്നും കഴിച്ചിട്ടില്ല. വാഴല വിട്ടും കഴിക്കാം. അമ്മയൊക്കെ പണ്ട് കഴിച്ചിട്ടുണ്ട്. അമ്മയ്ക്കൊക്കെ അതൊക്കെ ആയിരുന്നു. ഈ പൊതിച്ചോറ് പൊതിയാണെങ്കിൽ ഉണ്ടല്ലോ അമ്മ, ഇത് വേണ്ടല്ലോ, പാത്രം കഴുകണ്ട അല്ലേ? പാത്രം കഴുകണ്ട, ഇത് അങ്ങോട്ട് കഴിച്ചിട്ടല്ലേ കളഞ്ഞാൽ മതി. അത് സുഖല്ലേ? മിക്ക ആൾക്കാരും ഇങ്ങനെ പാത്രം ബാഗിൽ ചമക്കാനും താനും. ഈ ഓഫീസിലൊക്കെ പോകുമ്പോ അല്ലേ. ഇങ്ങനെ വെക്കി പേപ്പർ ഇങ്ങനെ. അത് തന്നെ വേണ്ട, പേപ്പറിൽ വെച്ചിട്ടാ കഴിക്കാം. ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. എവിടെ ഒക്കെ നീക്കി വെച്ച് കഴിച്ചോട്ടാ. അവിയില് നടുക്ക് വെച്ചിട്ടുണ്ടോ? മോന് ഞാൻ എങ്ങനെ കഴിക്കാൻ ഇഷ്ടം അതുപോലെ പപ്പടം അവിടെ പൊടിഞ്ഞ് കിടപ്പുള്ളത്. ഇനിയും ചോറ് വേണമെങ്കിൽ അതിന്റെ അടിയിലുണ്ടാവില്ല. എങ്ങനെയുണ്ട് മുട്ട വറുത്ത? മീൻ തിന്നോ? നല്ലതാ, നിനക്ക് ഇഷ്ടാവും. ഇത് പാന്തള്, ഞാൻ ചാള. കഴിച്ചോളാന്നാണ് കൊച്ചു പറയണത്. എന്താണ്? കള്ളപ്പം ചിക്കൻ കറി. ചിക്കൻ പൊതിച്ചോറുണ്ടാക്കി വെക്കാത്ത അമ്മയ്ക്ക് പൊതിച്ചോറ് വേണ്ടെന്ന് പറഞ്ഞു അല്ലേ? എന്താ അമ്മ ശരി? സാധാരണ അപ്പല്ലേ ഇത്? അല്ല, സാധാരണ അപ്പല്ല, ഇത് വെള്ളയപ്പല്ല, ഇത് കള്ളപ്പം. കള്ളം ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര എല്ലായിടത്തും ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ഇപ്പൊ ഇഷ്ടല്ലേ? അല്ല, എല്ലാവരും ഇപ്പോഴും അവിടെ എന്ത് വിശേഷം? അല്ല, അമ്മക്ക് കള്ള് കിട്ടിയില്ല അല്ലേ? കള്ളൊന്നും കിട്ടിയില്ല. വേസ്റ്റ് ഇട്ടിട്ടും ഉണ്ടാക്കാം. അവിടെയൊക്കെ കല്യാണം ഇരുന്ന് വരല് എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ചിക്കൻ കറിയാണ് അവിടുത്തെ. ആണല്ലേ? ബീഫ് കറി അല്ലല്ലേ? ചിക്കൻ കറി, ബീഫ് കറി ഉണ്ടാക്കാം. എന്നാലും വിരുന്നുകാര് വരുമ്പോ ചിക്കനല്ലേ എല്ലാവർക്കും. പിന്നെ ഞങ്ങളുടെ അടുത്ത് പള്ളിയിൽ ഇങ്ങനത്തെ എല്ലാവരും അപ്പം കൊണ്ടുവരും. ഞങ്ങളുടെ അടുത്ത തരാം. അപ്പം കൊണ്ടുവരും കോഴീനെ അവിടെ പള്ളിയിൽ. അപ്പവും ചിക്കനും അവിടുത്തെ നേർച്ച നല്ലതാണ്. നേർച്ചയാണില്ലേ ഇവിടത്തെ? ഞങ്ങള് പണ്ട് വന്നപ്പോ കിട്ടിയിട്ടുണ്ടോ? കഞ്ഞി കിട്ടിയിട്ടുള്ള നല്ല ഓർമ്മ. ഞങ്ങളുടെ അടുത്ത എല്ലാവരും ഈ അപ്പം ഇത്തിരി കള്ളും കൂടി അച്ഛനോട് വാങ്ങാൻ പറയായിരുന്നു. കള്ളിലാണ് അരക്കുക. അപ്പൊ തേങ്ങയില്ലേ, തേങ്ങ ലാസ്റ്റ് ഇടാവും, ഒന്ന് ഒതുക്കാനേ പാടുള്ളൂ. അത് ശരി. ചിക്കൻ കറി സേതുവിന് വേണ്ടി എടുത്തേക്കോ. ചട്ടിയോടെ വെച്ചു. ആ ചട്ടിയോടെ വെച്ചോ. റിമോട്ട് ഉണ്ടോ അടിയില്? നീങ്ങിരുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇരുന്നത് കേട്ടാ. ലച്ചു പൊതിച്ചോറും സേതുവേട്ടൻ കള്ളപ്പവും ചിക്കൻ കറി. സേതുവേട്ടൻ വായിന്ന് വെള്ളമൊക്കെ ഇറക്കിയിട്ടാ കഴിക്കാൻ. കഴിച്ചു നോക്കിയേ. ആണോ?
ഇനി വേണമെങ്കിൽ തരാം, ചൂടോടുകൂടി കഴിക്കണോ. ചിക്കൻ കറി എങ്ങനെയുണ്ട്? ലച്ചുന് ചിക്കൻ വേണമെങ്കിൽ എടുത്തോ. ചോറിന് കൊച്ചിന്റെ ഇഷ്ടപ്പെട്ട കൊച്ചിന് ഏത് ഇഷ്ടപ്പെട്ടത്? മുട്ട വറുത്തതാ, മീന്, തൈര് വേണോ? വേണ്ട. മതിയില്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താ അമ്മനോട് ചോദിച്ചിട്ട് ഞാൻ ഒരു ദിവസം ഇടാം. പൊതിച്ചോറ് കഴിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ടേസ്റ്റാണ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. അറിയില്ല, കഴിക്കട്ടെ. സാധാരണ കഴിച്ചോട്ടെ. വൈകുന്നേരത്തെ ചായക്കടിയാലേ അമ്മ. ചക്കായുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ അകത്ത്. പച്ചയാണ് ഇഷ്ടപ്പെട്ടത്, പുഴുങ്ങിയത് ഇഷ്ടായില്ലേ? അപ്പൊ മതിയാന്നോ? ഉപ്പ് കുറവാ. മറ്റത് വെറുതെ ഇരുന്ന് കഴിക്കണ്ടായല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് എവിടുന്ന്? ഉണ്ടല്ലേ എന്താ വെള്ളത്തിൽ തുള്ളി പറയും അങ്ങനെ അതെ, ചെയ്തിട്ടും പറയണ പുഴുങ്ങണേക്കാളും നല്ലത് പച്ചയിട്ട് വെറുതെ ഇന്നതാണ്. അമ്മ സീരിയൽ കാണല്ലേ? സീരിയൽ എടുത്ത് വെച്ചേ. അപ്പൊ ഇത് കണ്ടില്ലേ, അമ്മ റിമോട്ടിന്റെ നടുക്ക് പൊട്ട് കുത്തി വെച്ചേക്ക. കാരണം അമ്മയ്ക്ക് സ്വിച്ച് മാറിപ്പോകുന്നു പറഞ്ഞ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ അമ്മയ്ക്ക് എളുപ്പമായിട്ട് റിമോട്ട് മാറ്റാന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോയിൽ ഒട്ടുപ്പില്ലല്ലോ. ഉപ്പ് കളഞ്ഞ